ദേവസുതൻ ശ്ലോമോ നൽകി കൃപയാൽ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ പാടാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും ദൈവമക്കളുമായുള്ളവരെ, അത്യുന്നതനായ ദൈവം നമുക്ക് ഇവർക്കും നൽകിയതായ അതിപരിശുദ്ധവും അനുഗ്രഹീതവുമായ ഈ ദിനത്തിൽ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തോത്രം ചെയ്യാം. സ്വർഗസ്ഥനായ ദൈവം വൈകുന്നേരങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അവസരം തരുമ്പോൾ അതെത്രയോ വലിയ കാര്യമാണെന്ന് ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടെ നടത്തുന്ന ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലാണ് നിങ്ങൾ പങ്കുചേർന്നിരിക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ജാതി വർണ്ണവർഗ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു ആകുന്ന വാതിലിലൂടെ പ്രവേശിക്കുവാൻ സാധ്യമാകുന്ന സമയമാണ് നമ്മളുടെ ഈ പ്രാർത്ഥനാ സമയമെന്ന് ദൈവമക്കൾ നന്നായി ഓർക്കുക. എന്തുകൊണ്ടെന്നാൽ യേശു ജീവിക്കുന്ന കർത്താവിന്റെ സാക്ഷികളായിട്ടാണ് നാം നിലകൊള്ളുന്നത്. ഈ ശുശ്രൂഷയിൽ നമുക്ക് പരസ്പരം വഹിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ പ്രയാസങ്ങളോടും വേദനകളോടും കൂടെ ഭാരപ്പെടുന്നവരെ യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിത വഴികൾ നേരെയാകുവാൻ, ഒരു സുന്ദരമായി അനുഗ്രഹിക്കപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദൈവകൃപയിൽ സമ്പന്നമാകുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശ്രേഷ്ഠമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പഠനത്തിൽ പിന്നോക്കം പോയവര്, തെറ്റായ വഴികളിലൂടെ പോകുന്നവര് ശരിയായ മാർഗത്തിലേക്ക് തിരിഞ്ഞു വരുവാൻ, മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ദൈവമക്കളെ, വിവിധങ്ങളായ പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങളൊക്കെ ആയി ഭാരപ്പെട്ടിരിക്കുന്നവരെ യേശുവിന്റെ പൊന്നുകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവനുള്ള യേശു ക്രിസ്തുവിന്റെ വലിയ കരം നമ്മുടെ മേൽ പതിയപ്പെടുന്ന ദിവസമാണ്. അനേക ദൈവവേലക്കാരെ, ശുശ്രൂഷകളെ യേശുവിന്റെ തിരുക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തേജസ്സും കരുണയും എല്ലാ പ്രിയപ്പെട്ടവരിലും നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് വിനയപൂർവ്വം ദൈവത്തിൽ ആശ്രയിക്കാം. ഇന്നും എന്നും ജീവിക്കുന്ന കർത്താവ് നമ്മളുടെ പ്രാർത്ഥനയുടെ മധ്യ എഴുന്നള്ളി വന്നിട്ടുണ്ട് എന്ന് ദൈവമക്കൾ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഹൃദയങ്ങളെ സമർപ്പിക്കുക. എല്ലാവരെയും വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടെ ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സ്തുതിയുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തിനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനേരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ഷാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നിങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഒരു തിരുഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തുമറിയമേ തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ വിനയത്തോടെ താഴ്ത്തി സമർപ്പിക്കുന്ന നാഴികയിൽ അങ്ങയുടെ രക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. പുണ്യപ്പെട്ട വഴികളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്വർഗം ചായിഞ്ഞിറങ്ങി വരുന്ന സമയത്തിനാണ് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിച്ചു തരണമേ. ഞങ്ങൾ അങ്ങയുടെ മക്കളായി രൂപാന്തരപ്പെടണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. യേശുവിന്റെ ശക്തി അതിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ അവർക്ക് കഴിവ് കൊടുക്കണമേ. തോറ്റുപോകാൻ അവരനുവദിക്കരുതേ. വീണുപോകാൻ അവരനുവദിക്കരുതേ. ഉള്ളംകരങ്ങളിൽ വഹിക്കണമേ. ഞങ്ങളുടെ തലമുറയെ ദൈവം വാഴ്ത്തണമേ. യേശുവേ, ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ അസ്ഥികളിൽ ദൈവത്തിന്റെ കൃപയും ശക്തിയും ബലവും വ്യാപരിക്കണമേ. ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ കൂട്ടായ്മ വിശുദ്ധീകരിക്കപ്പെടണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണമേ. വചനത്തിന്റെ ശക്തി കൊണ്ട് നിറയണമേ. വിനയം കൊണ്ടും താഴ്മ കൊണ്ട് നിറയണമേ. ആത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അശുദ്ധി മാറ്റിത്തരണമേ. തിന്മ മാറ്റിത്തരണമേ. അന്ധകാരം നീക്കിത്തരണമേ. ശാപം മാറ്റിത്തരണമേ. വിശുദ്ധിയുടെ നാഥന സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ധാരാളമായി നൽകണമേ. സ്വർഗീയമായ തേജസ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. യേശുവിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ പുതിയതാക്കണമേ. വചനം ഞങ്ങൾക്ക് വിളമ്പി തരണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനാ വിഷയം ചോദിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രിയപ്പെടുകയും സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നീ വചനം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. കൂട്ടായ്മ സമൃദ്ധമാകട്ടെ. യേശുവിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. വചനം കൊണ്ട് നിറയട്ടെ. സുവിശേഷം കൊണ്ട് നിറയട്ടെ. യേശുവേ, നീ ഞങ്ങളുടെ മേൽ അഭിഷേകം ചൊരിയണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആ ദൈവത്തെ വാഴ്ത്താം. ഏറെ അനുഗ്രഹീതമായിരിക്കുന്ന കർത്താവിന്റെ കുരിശിനോടെടുത്തതായ ധ്യാനചിന്തകൾ അടങ്ങിയ ദിനത്തിനായി നമുക്ക് നമ്മുടെ കർത്താവിനെ വാഴ്ത്താം. നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സർവശക്തിന് നമുക്ക് സ്തോത്രം പറയാം. നിത്യപിതാവിന്റെ അതിപരിശുദ്ധമായ അനുഗ്രഹീത ഹസ്തമിതാ ഇവിടെ നീട്ടപ്പെട്ടിട്ടുണ്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ ക്രിസ്തുവിന്റെ കരം നമ്മുടെ നടുവിൽ നീട്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് അടുപ്പിക്കട്ടെ. ഓരോ ശുശ്രൂഷകളും നമ്മുടെ കുടുംബത്തിനും ജീവിതത്തിനും അനുഗ്രഹമാകട്ടെ. നിങ്ങൾ കാണുന്ന ആത്മീയ ചിന്തകളും നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവിക ദൂതുകളും നിങ്ങളുടെ ഹൃദയത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ. ഈ ദിനങ്ങൾ പ്രത്യേകമായ പ്രാർത്ഥനകളെല്ലാം
യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ ബന്ധിപ്പിക്കുന്നതാകട്ടെ. ക്രിസ്തുവിനോട് ഒരുമിച്ച് ഈ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുവാൻ അത്യുന്നതനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വായിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതിനെ നമുക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. സുപരിചിതമായ വാക്യമെങ്കിലും പരിശുദ്ധ റൂഹ നൽകുന്ന ദിവ്യ സന്ദേശത്തെ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കാം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങൾ. 30 വാക്യം. ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ദൈവമക്കളെ, ഇന്ന് ദൈവം നമുക്ക് തരുന്ന സന്ദേശം ആശ്വാസം നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ആരൊക്കെയാണ് ഹൃദയം തകർന്നിരിക്കുന്നത്? മക്കളെ ചൊല്ലിയുള്ള ഉത്കണ്ഠ, ഭർത്താവിനെ ചൊല്ലിയുള്ള ഭാരം, ഭാര്യയെ ചൊല്ലിയുള്ള ഭാരം, ഏത് ദുഃഖമാണ്, ഏത് വേദനയാണ് നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്നത്? നിങ്ങളുടെ വീടിനെ കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠയാണോ? മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭയമാണോ? സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണകൾ കുറവാണോ? യേശു ക്രിസ്തു ഇന്ന് എല്ലാത്തിനും പരിഹാരമുണ്ടാക്കുകയാണ്. ഇതാ ഇവിടെ ശാശ്വതമായ സമാധാനത്തെക്കുറിച്ചും ആശ്വാസത്തെക്കുറിച്ചുമാണ് യേശു തമ്പുരാൻ നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന് ശാന്തത കിട്ടുന്നു. ആത്മാവിന് ശാന്തത കിട്ടുന്നു. ആത്മാവിന്റെ ശാന്തതയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കേറെ ഗുണം ചെയ്യുമെന്ന് ഞാൻ നിരൂപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ധാരാളം എരിവുണ്ട്. ഭൗതികമായ ജീവിതത്തിന് നന്മയ്ക്ക് വേണ്ടി നാം അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു. ധാരാളം സമ്പത്ത് നമുക്കുണ്ട്. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി ചെയ്യാനുള്ള മനസ്സുമെല്ലാം നമുക്കുണ്ട്. നാം അതിശ്രേഷ്ഠരും അനുഗ്രഹീതരുമാണ്. ദൈവത്തിന്റെ മക്കളാണ്, വിശുദ്ധരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ദൈവകൃപയുള്ളവരാണ്, ദൈവ തേജസ്സുള്ളവരാണ്, ഒട്ടും കുറവില്ലാത്തവരാണ്. യാതൊരു സംശയവും ആർക്കുമില്ലല്ലോ. എല്ലാവർക്കും ഉണ്ട്. കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒന്നിനും കുറവില്ല. മക്കളെല്ലാം വിദേശത്താണ്, നല്ല ശമ്പളമുണ്ട്, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്. എല്ലാ പേരൻസിന് തന്നെ നല്ല പൈസ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. പണത്തിന്റെ യാതൊരു കുറവുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു കുറവ്, പേരറിയാൻ പാടില്ലാത്ത എന്തോ ഒരു വേദന മനുഷ്യ മനസ്സിനെ വല്ലാതെ വരിഞ്ഞു മുറുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ചേർന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളുടെ അരികിൽ ഇതാ എഴുന്നള്ളി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതോ ഒരു വേദന, എന്തോ ഒരു വേദന, അതിനാണ് ഉള്ളം നീറുന്നു. പുറമേ എല്ലാം ഉണ്ട്, പക്ഷെ ഉള്ളം പുകയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ട് അങ്ങനെ വരാൻ കാരണം ഞാനും നിങ്ങളും വിസ്മരിച്ചു പോയ ഒരു യാഥാർത്ഥ്യം ഇന്നൊരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. ആ യാഥാർത്ഥ്യം മറ്റൊന്നുമല്ല, മനുഷ്യ ശരീരത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1 ആത്മാവ്, 2 ജീവൻ, ദേഹം, ദേഹി, ആത്മാവ്. ശരീരം, ജീവൻ, ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ഈ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ്, ഈ അകത്തെ മനുഷ്യന് ആഹാരം ആവശ്യമാണ്. അകത്തെ മനുഷ്യന് വളരാൻ ലോകത്തൊരൊറ്റ ആഹാരം മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ വചനം. ദൈവത്തിൽ നിന്ന് വരുന്ന വചനം, ദൈവം നമുക്ക് തരുന്ന വചനം, രക്ഷയുടെ വചനം, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, യേശുക്രിസ്തു കാൽവരിയിൽ വരച്ചു കാണിച്ച രക്ഷ, യേശുവിലൂടെ സ്വർഗത്തിലെത്താനുള്ള വഴി, ക്രിസ്തുവാകുന്ന മാർഗം, അവനാകുന്ന വാതിൽ. പ്രിയപ്പെട്ടവരെ, ഇതാണ്
യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ആഹാരം, ഇതിനെക്കുറിച്ചുള്ള ധ്യാനം, ഇതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ അകത്തെ മനുഷ്യന് ജീവൻ നൽകുകയാണ്. എന്നാൽ ഇന്ന് അനേക ആളുകളുടെ അകത്തെ മനുഷ്യൻ മരിച്ചു പോയിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ മരിച്ചുപോയി, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ കുറിച്ച് ആർക്കും ചിന്തയില്ല. വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത് അകത്തെ മനുഷ്യന് ജീവൻ പ്രാപിച്ചു വരുന്നതിനെ കുറിച്ചാണ്. അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കുന്നില്ല എങ്കിൽ ഒരു മനുഷ്യന് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിച്ചിട്ടുണ്ടോ? അകത്തെ മനുഷ്യന് എത്രത്തോളം വളർച്ചയുണ്ട്? അകത്തെ മനുഷ്യൻ ഞെരുങ്ങുകയാണോ? അകത്തെ മനുഷ്യൻ സങ്കടപ്പെടുകയാണോ? ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക, അകത്തെ മനുഷ്യൻ ഞെരുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശൂന്യതാ ബോധം വരുന്നത്. അകത്തെ മനുഷ്യൻ ഞെരുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ സങ്കടത്തിൽ മുങ്ങിത്താഴുന്നത്. അകത്തെ മനുഷ്യൻ ഞെരുങ്ങുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തില് വല്ലാത്ത വേദന കടന്നു വരുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, അകത്തെ മനുഷ്യൻ ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേദനയെ ഇല്ലാതെയാക്കുവാൻ നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ലല്ലോ, ഒരു പ്രയോജനവുമില്ല. എന്ത് ചെയ്താലും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഏത് പ്രവൃത്തി ചെയ്താലും യാതൊരു കാര്യവുമില്ല. എന്താണ് വസ്തുത? അകത്തെ മനുഷ്യൻ ഞെരുങ്ങുന്നു. അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കാൻ യേശുവിന്റെ അടുത്ത് വരികയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാലോ നമുക്ക് ഭൗതികമായ നന്മകൾ അല്പം കുറവാണെങ്കിലും, അല്പം ബുദ്ധിമുട്ടുകളാണെങ്കിലും അതെല്ലാം ദൈവം പരിഹരിച്ചു തരും. യേശുവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന ജീവിതങ്ങളിൽ കർത്താവ് വൻകാര്യം ചെയ്ത് അതെല്ലാം പരിഹരിച്ച് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ദൈവത്തെ നമുക്ക് വാഴ്ത്താം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് മഹത്വീകരിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നാൽ നീ ദുരിതത്തിലും വേദനയിലും ആയിരിക്കുമ്പോൾ യേശുവിന്റെ തിരുസന്നിധിയിലേക്ക് വന്ന് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കാൻ തുടങ്ങും. അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചാൽ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ, അകത്തെ മനുഷ്യനിൽ ശക്തി വന്നാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പുറമെയുള്ള ദുഃഖങ്ങളോ, പുറമെയുള്ള വേദനകളോ, പുറമെയുള്ള സങ്കടങ്ങളോ നിങ്ങളെ ആരെയും അലട്ടുകയില്ല, നിങ്ങളെ ആരെയും വേദനിപ്പിക്കുകയില്ല, നിങ്ങളെ ആരെയും സ്പർശിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അകത്തെ മനുഷ്യൻ ബലപ്പെടാനും ശാന്തതയിലെത്താനും പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് നന്നായാൽ, മനസ്സിന് ആരോഗ്യം കിട്ടിയാൽ, മനസ്സിൽ ശാന്തത വന്നാൽ നമ്മളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും നേരെയാകും. മനസ്സിന് ശാന്തത നൽകാൻ ഈ ലോകത്ത് യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശാശ്വതമായ സമാധാനം കർത്താവിൽ മാത്രമാണ് ഉള്ളത്. യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് നിശ്ചയമായും ആ സമാധാനം കിട്ടും. എത്ര ചൂടാണെങ്കിലും അകത്തൊരു കുളിർമയുണ്ടാകും. ഹല്ലേലൂയ. അതാണ് യേശു പറഞ്ഞത്, ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ ആത്മാവിന് ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ട് ധ്വാനം എന്ന് പറയുന്നത് ലോകത്തിന്റെ ധ്വാനമാണെങ്കിൽ, ആ ധ്വാനം നമുക്ക് വലിയ ഭാരമായി തീരുമ്പോൾ, ഭാരം ചുമന്നുകൊണ്ട് തളർന്നു പോയിരിക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, യേശു നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരെ എന്ന് വിളിക്കുന്നത് എന്നെയാണ്, നിങ്ങളെ ഓരോരുത്തരെയുമാണ്. ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഓരോരുത്തരെയുമാണ്. ആദ്യമായി ഇത് കേൾക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഓൺലൈനിലൂടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, യേശു ക്രിസ്തു നിങ്ങളെയാണ് ആ വിളിച്ച വിളി. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, കുടുംബത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്ന ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്? ജോലിയിൽ വലിയ ഭാരം ചുമക്കുന്ന ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്? വലിയ ടെൻഷനാണ്, ദുരിതം തീർന്നിട്ട് കാലമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന, നിലവിളിച്ചിരിക്കുന്ന ആരൊക്കെ ഇന്ന് ഈ ശബ്ദത്തിന്റെ ചുവട്ടിലുണ്ട്? കർത്താവിൽ പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ,
യേശുക്രിസ്തുവിന്റെ ചൂട്ടിൽ എത്ര യേശുക്രിസ്തു നിങ്ങളുടെ അരികിലുണ്ട്, യേശുക്രിസ്തുവിന്റെ ചൂട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? യേശു വിളിക്കുകയാണ്, എന്നെയാണ്, നിങ്ങളെയാണ് വിളിക്കുന്നത്. ധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, ഹല്ലേലൂയ, എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരിക. ഭാരവുമായി, പ്രയാസവുമായി, സങ്കടവുമായി ആരെങ്കിലും യേശുവിന്റെ അരികിലേക്ക് ഇന്ന് ചെന്നാൽ, പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, ആ വ്യക്തി ഒരു കാരണവശാലും ഒരിക്കൽ പോലും നിരാശനാവില്ല. യേശു വിളിച്ചാൽ വെറും കൈയോടെ പറഞ്ഞയക്കില്ല. നിങ്ങൾ കൂട്ടായ്മയിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ യേശു നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ വരാനും തിരുവചനം കേൾക്കാനും സാധ്യമാകുന്നത്. യേശു വിളിച്ചു. കർത്താവിന്റെ വിളി കേട്ടിട്ടാണ് നിങ്ങൾ വന്നത്. ഭൂമിയിൽ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുകയില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വിളി കേട്ടത് കൊണ്ടാണ് കർത്താവിൽ പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ നിങ്ങൾ ഇന്ന് ഇവിടെ വന്നു ചേർന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നത്, നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്ന് ശ്രദ്ധിക്കുന്നത്. യേശുവാണ് നിങ്ങൾ വിളിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് യേശു വിളിച്ചത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ. നിങ്ങൾ പഴയതുപോലെയല്ല, ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ് കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിലുള്ള 1000 പ്രശ്നങ്ങൾക്ക് യേശു ഇതാ ഉത്തരം തരികയാണ്. നിങ്ങൾ നോക്കി നിന്ദിക്കുന്നവരുടെ മുമ്പില്, നിങ്ങൾ നോക്കി കളിയാക്കുന്നവരുടെ മുമ്പില്, നിങ്ങൾ നോക്കി താളടിക്കുന്നവരുടെ മുമ്പില് യേശു ഇതാ നിങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് എന്നോടൊപ്പം പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിരിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യേശുവിനെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവ തേജസ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വ്യാപരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, അപ്പോൾ വെറും കൈയോടെ അവൻ പറഞ്ഞേക്കുന്നില്ല. അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, അവനിൽ നിന്ന് അവന്റെ സ്വഭാവം കൂടി നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയാണ്. ഈ ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. കൂട്ടായ്മ ആചരിക്കുന്നവർ, കൂട്ടായ്മ ഇരിക്കുന്ന ഞാനും നിങ്ങളും യേശുവിന്റെ തിരുസന്നിധിയിലാണ് ഇരിക്കുന്നത്. ജീവനുള്ള കർത്താവിന്റെ തിരുസന്നിധിയിൽ, ജീവിപ്പിക്കുന്ന റൂഹായുടെ തിരുസന്നിധിയിൽ, പിതാവായ ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ ഈ തിരുസന്നിധിയിലാണ്, ദൈവത്തിന്റെ അടുക്കലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ അടുത്തിരിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നു മാത്രമല്ല, അവനിൽ നിന്ന് അവന്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടുകയാണ്. അവന്റെ സ്വഭാവം നമ്മിലേക്ക് പകരപ്പെടുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നോടൊപ്പം ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അവനിൽ നിന്ന് പകരുവാൻ? പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്ന് അവന്റെ സ്വഭാവം നിങ്ങളിലേക്ക് പകരപ്പെട്ടാൽ നിങ്ങൾ ആരായി മാറുമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഡിഗ്നിറ്റി ചേഞ്ച് ചെയ്യപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ഉയർത്തപ്പെടും. തമ്പുരാനെ പറ്റി അമ്മ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എളിയവരെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എളിയവരെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുന്നു. എങ്ങനെയാണ് എളിയവർ അനുഗ്രഹീതരാകുന്നത്? എങ്ങനെയാണ് എളിയവർ ശ്രേഷ്ഠരായി മാറുന്നത്? എങ്ങനെയാണ് എളിയവർ അനുഗ്രഹം നിറഞ്ഞവരായി മാറുന്നത്? ഒരൊറ്റ വഴി മാത്രമാണ്, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുക. ഹല്ലേലൂയ. നിന്റെ ജീവിതം വാടി നിൽക്കുന്ന ജീവിതമാണോ? തകർക്കപ്പെട്ട ജീവിതമാണോ? ഹല്ലേലൂയ. ഫലമില്ലാത്ത വൃക്ഷം പോലെ, യാതൊരു രീതിയിലും ഫലം കഴിക്കാൻ ശേഷിയില്ലാത്ത ജീവിതമാണോ? അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ചു തുടങ്ങുക. മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തുവിന് ഒട്ടിക്കപ്പെട്ടിട്ട് കൊമ്പുകളാകുന്ന നാം ഓരോരുത്തരും ആ മുന്തിരിവള്ളിയിൽ നിന്ന് വെള്ളം വലിച്ചു കുടിക്കുക. ഹല്ലേലൂയ. അവന്റെ ഭാവം നമ്മിലേക്ക് പകരപ്പെടട്ടെ.
അവന്റെ തേജസ് നമ്മിലേക്ക് പകരപ്പെടട്ടെ, അവന്റെ കരുണ നമ്മിലേക്ക് പകരപ്പെടട്ടെ. നിങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങൾ ഉടങ്ങിയവരായിരുന്നു, നിങ്ങൾ തകർക്കപ്പെട്ടവരായിരുന്നു, നിങ്ങൾ നിരാശയുള്ളവരായിരുന്നു, നിങ്ങൾ വേദനിക്കപ്പെട്ടവരായിരുന്നു. എന്നാലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഫലം കഴിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഫലം വരികയാണ്. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. നിങ്ങൾക്ക് പുതുമ കിട്ടുകയാണ്. അത് കർത്താവ് സൗജന്യമായി തരുന്നതാണ്. രക്ഷ സൗജന്യമാണ്. ഹല്ലേലൂയ. അവനെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് രക്ഷ സൗജന്യമായി കർത്താവിതാ നൽകുന്നു. യേശുവിതാ നൽകുന്നു. കർത്താവിതാ നമ്മിൽ പകരുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിതാ നമ്മിലേക്ക് തേജസ് പകരുന്നു, കരുണ പകരുന്നു, വിശുദ്ധി പകരുന്നു, കൃപ പകരുന്നു. സ്തോത്രം പറയാം, ഹല്ലേലൂയ പറയാം. വിശുദ്ധിയോടെ അവനെ ആരാധിക്കാം. ആത്മാവിൽ അവന് സ്തോത്രം പറയാം. ദൈവ തേജസ് എത്ര വലുതാണ്, ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ്, അവന്റെ മനസ്സലിവ് എത്ര ശ്രേഷ്ഠമാണ്. വിശുദ്ധിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിച്ചുകൂടെയോ? തീർച്ചയായും നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അവനിൽ നിന്ന് പകരുന്നു അവന്റെ സ്വഭാവങ്ങൾ. അവനെങ്ങനെയാണ്? സൗമ്യതയുള്ളവനാണ്, താഴ്മയുള്ളവനാണ്. അവന്റെ സൗമ്യതയും താഴ്മയും എന്നെ രൂപാന്തരപ്പെടുത്തും, നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. റോമാലേഖനം 12-ാം അധ്യായം പഠിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ, മാനസാന്തരപ്പെടുവാൻ, താഴ്മയുള്ളവരായി തീരുവാൻ, വിശുദ്ധിയുള്ളവരായി തീരുവാൻ, കൃപയുള്ളവരായി തീരുവാൻ അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ് കേട്ടോ. അവൻ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. പുണ്യപ്പെട്ട കരങ്ങളിൽ, പുണ്യപ്പെട്ട വഴികളിൽ അവൻ നമ്മെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, ജീവൻ നൽകുന്ന യേശു, പരിശുദ്ധ ദൈവം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന നമ്മുടെ കർത്താവ്, സജീവമായി ആരാധിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്ന നമ്മുടെ കർത്താവ്, ജീവനുള്ള യേശു, പരിശുദ്ധ പിതാവ്, നിത്യനായ കർത്താവ്, സർവശക്തൻ, ഇന്നും എന്നും അനന്യനായവൻ, പരിശുദ്ധൻ, നിത്യപിതാവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവന്റെ സന്നിധിയിൽ വിനയപ്പെടാം. അവനിൽ നിന്ന് ചേർന്ന് പഠിക്കാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥനയാകണം, കർത്താവേ, എല്ലാ ദിവസവും നീ എനിക്ക് പുതിയ പുതിയ മെസ്സേജുകൾ തരണം, പുതിയ പുതിയ സന്ദേശം തരണം, പുതിയ പുതിയ അനുഭവങ്ങൾ നൽകണം. അവനോട് ചേർന്ന് അവനൊന്ന് പഠിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ബലം പ്രാപിക്കും, നിങ്ങൾ ഉയർച്ച പ്രാപിക്കും, നിങ്ങൾ തകർക്കപ്പെടില്ല, നിങ്ങൾ അനുഗ്രഹമാവും. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. വലിയ ഭാരമില്ലാത്ത, വലിയ ബുദ്ധിമുട്ടില്ലാത്ത യേശുവിനെപ്പോലുള്ള ജീവിതം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങളുടെ ഹൃദയത്തിന് ആനന്ദം കിട്ടും, നിങ്ങൾ സന്തോഷമുള്ളവരായി മാറും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. യേശു വിളിക്കുന്നു, നമ്മെയാണ് യേശു വിളിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ശിരസ്സുകളെ നമിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ കർത്താവേ, നിന്റെ സ്നേഹം കണ്ടുകൊണ്ട് നിന്നോട് ചേർന്ന് നിന്നിൽ നിന്ന് പഠിക്കുവാൻ നാഥാ, നീ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണം, നീ ഇന്ന് ഞങ്ങളെ നിറച്ചു നിർത്തണം. നിന്റെ രക്തം എത്ര വലുതാണ്, നിന്റെ കരുണ എത്ര വലുതാണ്, നിന്റെ സ്നേഹം എത്ര വലുതാണ്, നിന്റെ മനസ്സലിവ് എത്രയോ ശ്രേഷ്ഠമാണ്. വിശുദ്ധിയുടെ നാഥ, നിനക്ക് ആരാധന. പരിശുദ്ധ ദൈവമേ, നിനക്ക് സ്തുതി. അന്ധകാരത്തെ നീക്കുന്ന നാഥ, നിനക്ക് സ്തോത്രം. വിശുദ്ധിയുടെ ദൈവമേ, നിനക്ക് മഹത്വം. പരിശുദ്ധ ദൈവമേ, നിനക്ക് ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളിലേക്ക് ശക്തി വ്യാപരിപ്പിക്കണമേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ആരാധിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.
ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ ജീവിതം സ്വർഗീയ അനുഗ്രഹം കൊണ്ട് നിറയണമേ. പരിശുദ്ധ അഭിഷേകം കൊണ്ട് നിറയണമേ. വിശുദ്ധി കൊണ്ട് നിറയണമേ. കൃപ കൊണ്ട് നിറയണമേ. ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. പുണ്യപ്പെട്ട വഴികളിലൂടെ കർത്താവ് ഞങ്ങൾ നടത്തണമേ. ആശ്വസിപ്പിക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ജീസസ് ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. 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 ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവ് കൊടുക്കണമേ. പിന്നോക്കം പോയ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണമേ. ജയജീവിതം കൊടുക്കണമേ. വിജയം കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉയർത്തി അനുഗ്രഹിച്ച് തലമുറയെ വാഴ്ത്തണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ ദൈവം ഉയർത്തണമേ. In the name of God. യേശുവേ, യേശുവേ. ഹല്ലേലൂയ. 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 Oh Jesus. Oh Jesus. Hallelujah. Oh Jesus. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. 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 Glory, 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 Jesus. Hallelujah. 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 യേശുവേ നന്ദിയോടെ 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 നന്ദിയോട് സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. 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 ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ മേൽ അഭിഷേകം അയക്കണമേ. ഞങ്ങളുടെ ജീവിത സമൃദ്ധി നൽകണമേ. ഈ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടട്ടെ. അനേക ആളുകളിലേക്ക് തേജസ് ഇറങ്ങട്ടെ. അനേക ആളുകൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അനേക ആളുകൾക്ക് വാതിൽ തുറന്നു കിട്ടുവാനിട വരണമേ. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ അനുഗ്രഹിച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിച്ച് 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 മഹത്വപ്പെടുത്തുന്നു. ആരാധിച്ച് 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 സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ ജോലി മേഖലകളെ ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കണം. യേശുവിന്റെ രക്തത്താൽ ഞങ്ങളുടെ കൈകാലുകളുടെ വേദനകളും ദൈവമേ രോഗങ്ങളെല്ലാം യേശു സൗഖ്യമാക്കി. എന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവം അഭിഷേകം അയക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ഉയർച്ച പ്രാപിപ്പാൻ സംഗതിയാകണം. ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. Hallelujah, hallelujah, hallelujah. Glory Jesus, glory Jesus, glory Jesus, glory Jesus, glory Jesus. Hallelujah, 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 hallelujah. കർത്താവേ കരുണ കാണിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയെ സ്പോൺസർ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. യേശുവിന്റെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹമയക്കണമേ. കുടുംബത്തിന്റെ പ്രാർത്ഥനയോട് ചേർന്നിരിക്കണമേ. ആവശ്യങ്ങളോട് ചേർന്നിരിക്കണമേ. വിശ്വാസ ജീവിതത്തിൽ ബലപ്പെടുവാനിട വരണമേ. അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. തേജസ്കരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തുതി കരേറ്റുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൂടുന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിരുദ്രഫലമായുള്ള കർത്താവായ ശംശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ
വിശുദ്ധ കന്യക മർത്തമറിയമേ തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവാതിരുസന്നിധിയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നവരെ ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ തേജസ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. നാളെ വൈകുന്നേരം 8:30 മണിക്ക് വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ദൈവം നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.